നോക്കത്താ ദൂരത്ത് ഇത് എന്ത് പാടമെന്ന് മനസ്സിലായോ? ഇതാണ് നിങ്ങൾക്കറിയാം കരിമ്പിൻ പാടമാണ് കേട്ടോ. ഈ കരിമ്പിൽ നിന്ന് ഒരു നാടിന്റെ മധുരം നമുക്ക് ഇന്ന് നുണയാം. എന്താണെന്നറിയോ? മറയൂർ ശർക്കര. നമ്മളിന്ന് മറയൂരാണ്. അപ്പോൾ മറയൂർ ശർക്കരയെ കുറിച്ച്, ആ ചരിത്രത്തെക്കുറിച്ച്, ആ രുചി പാരമ്പര്യത്തെക്കുറിച്ച് നമുക്കിന്ന് അടുത്തറിയാം. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് കരിമ്പ് നമ്മുടെ ഇന്ത്യയിലെത്തുകയും അവിടെ നിന്ന് ഈ ആഹാര പദാർത്ഥങ്ങൾക്ക് മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചാറ് ഉപയോഗിച്ച് പഞ്ചസാര രൂപത്തിലേക്ക് ക്രിസ്റ്റൽ ടൈപ്പിലേക്ക് ആക്കിയെടുക്കുകയും ചെയ്തിരുന്ന ഒരു പ്രവണതയാണ് അന്ന് കണ്ടുവരുന്നത്. അതിനുശേഷം നമുക്ക് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഈ കൃഷി വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെട്ടു. അവിടെ നിന്ന് ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ കേരളത്തിലേക്ക് മദ്രാസ് വഴി, അന്നത്തെ മദ്രാസ് തുറമുഖം ആണ്, മദ്രാസ് പട്ടണം വഴി കയറി നമ്മുടെ ഈ മൂന്നാർ ഭാഗങ്ങളിലേക്ക് എത്തി. ഈ മൂന്നാർ ഭാഗങ്ങളിലേക്ക് എത്തിയപ്പം മദ്രാസിൽ നിന്ന് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ തിരുനെൽവേലി, മദ്രാസ് ഈ ഭാഗങ്ങളൊക്കെയുള്ള കുറേ ആൾക്കാരെ അടിമകളാക്കി കൊണ്ടുവന്ന് ഈ മറയൂര് വഴി മൂന്നാറിലേക്ക് തേയില കൃഷിയിലേക്ക് എത്തിച്ചു. അപ്പം ആ തമിഴ് വംശജരാണ് ശരിക്കും ഈ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള കേരളത്തിൽ മറയൂരിലും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ, നായ്ക്കർ വിഭാഗം എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ കരിമ്പ് കൃഷി അവിടെ ചെയ്തിരുന്നത്. തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്തിരുന്നത് അവരാണ്. പരമ്പരാഗതമായിട്ടും ഇപ്പോഴും ഏകദേശം നമ്മുടെ ഈ മറയൂർ പോലുള്ള സ്ഥലങ്ങളിൽ ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കരിമ്പിനെ അല്ലെ കരിമ്പിന്റെ ഈ ഒരു രീതിയെ കൊണ്ടുവരാൻ കാരണം. തീർച്ചയായിട്ടും അവര് തന്നെയാണ്. ഈ തമിഴ്നാട് ഇപ്പൊ ഈ മറയൂര് അപേക്ഷിച്ച് മറയൂര് മൂന്നാർ മേഖലകളിലൊക്കെ 70% കൂടുതൽ തമിഴ് വംശജരാണ് താമസിക്കുന്നത്. അത് ഈ മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഈ തമിഴ്നാട്ടിലെ ഈ പറയുന്ന നായ്ക്കർ വിഭാഗത്തിലുള്ള അല്ലെ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ കരിമ്പ് അവിടെ കൃഷി അവർ ഇവിടേക്ക് വരുമ്പോ ഈ കരിമ്പിന് എന്തായാലും ഭൂപ്രകൃതി അനുസരിച്ച് മാറ്റം വരുമല്ലോ. തീർച്ചയായിട്ടും. ഈ മറയൂർ ഇപ്പൊ നമ്മൾ മറയൂർ ശർക്കര എവിടെ പോയ ഒരു പിടിയാണ്. അപ്പൊ ഈ എന്തുകൊണ്ടായിരിക്കും ഇതിന് ഇത്ര സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ? അത് ഉറപ്പായിട്ടും ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം മണ്ണാണ്. മണ്ണിന്റെ ഗുണഗണങ്ങൾ. അതായത് മറയൂർ എന്നറിയപ്പെടുന്നത് ഒരു മറഞ്ഞിരിക്കുന്ന ഊരെന്നാണ് അറിയപ്പെടുന്നത്. അതായത് വെസ്റ്റേൺ ഗാട്സിന് നടുവിലുള്ള സ്ഥലം. മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ ഏകദേശം 3500 അടി മുകളിലാണ് സീ ലെവലിൽ നിന്നുള്ളത്. അതിലും താഴെ കിടക്കുന്ന സ്ഥലമാണ് ഈ മറയൂർ എന്ന് പറയുന്നത്. അപ്പം മറഞ്ഞിരിക്കുന്ന ഊരെന്ന് അറിയപ്പെടുന്നത് മാത്രമല്ലാതെ ഇവിടെ വാസയോഗ്യമായതും പിന്നെ മഴനിഴൽ പ്രദേശം കൂടെയാണ്. ഈ കൃഷിക്ക് ഏകദേശം കൂടുതലായിട്ട് വെള്ളം ആവശ്യമുണ്ട്. കരിമ്പ് കൃഷിക്ക് വെള്ളം ആവശ്യമുണ്ട്. 30 ദിവസം ഉണ്ടെങ്കിൽ 25 ദിവസത്തോളം കൃഷിക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ഇത് ഇവിടെ ഉള്ള മലനിരകളിൽ മുകളിലേക്ക് പെയ്യുന്ന, വെസ്റ്റേൺ ഗാട്സിൽ പെയ്യുന്ന മഴയെ അവിടുത്തെ ചെറിയ ചെറിയ ചെക്ക് ഡാമുകളാക്കിയിട്ടാണ് നമ്മുടെ മറയൂരിലേക്ക് വെള്ളത്തിന് എത്തിക്കുന്നത്. പക്ഷെ അത് അത്രയും ഈ ശർക്കരയുടെ ഗുണഗണങ്ങൾ കണ്ടുകൊണ്ടാണ് കർഷകർ അന്ന് ഇവിടെ ഈ കൃഷി സ്റ്റാർട്ട് ചെയ്യാനും. അതുപോലെ തന്നെ ഇവിടുത്തെ ശർക്കരയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 86% നാച്ചുറൽ ഷുഗർ കണ്ടന്റ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഷുഗർ കണ്ടന്റ് അത്. പ്രാചീന കാലം മുതൽ ഇവിടുത്തെ മണ്ണിന്റെ ഗുണം കൊണ്ടാണ് അത്രത്തോളം ശർക്കര ക്വാളിറ്റി ഉള്ളതാക്കിയത്. അപ്പം മണ്ണിന്റെ ഗുണം, ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ ടോപ്പോഗ്രഫി അല്ലെ, ഇതൊക്കെ ഇതിന്റെ ഒരു ഇത് കൂട്ടാൻ അല്ലെ, ഒരു രുചി കൂട്ടാൻ അല്ലെങ്കിൽ അതിന്റെ സ്വാദ് കൂട്ടാനൊക്കെ വലിയ കാരണമായിട്ടുണ്ട്. അതിന്റെ ഗുണമേന്മ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ശരിക്കും ഈ ഏത് തരം, ഇപ്പം കരിമ്പ് പലതരത്തിലുണ്ടല്ലോ. നമ്മുടെ ഇവിടെ മറയൂര് ഏത് തരം കരിമ്പാണ് പൊതുവെ? മറയൂര് ഏറ്റവും കൂടുതൽ CO3 എന്ന് പറയുന്നത് കോയമ്പത്തൂർ വെറൈറ്റി എന്ന് പറയും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ മറയൂരിലേക്ക് കരിമ്പ് കൃഷിയെ കൊണ്ടുവന്നത്. ഇവിടെ വനം വെട്ടിത്തെളിച്ച് കഴിഞ്ഞപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ പോലുള്ള കൃഷികൾ ഇവിടെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ സമയത്ത് നെല്ല് കൃഷി, കരനെല്ലെന്ന് പറയുന്ന നെല്ല് കൃഷി ആ സമയത്ത് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന എസ്റ്റേറ്റിലുള്ള ജോലിക്കാർ, അതായത് തേയില എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർ അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു എന്നായിരുന്നു പറയും. അവിടുന്ന് തിരിച്ച് അവരും ഈ പറയണ തമിഴ്നാട്ടിലേക്ക് പോകാതെ ഈ മറയൂർ മേഖലകളിൽ സ്ഥലങ്ങൾ വാങ്ങിച്ച് ഇവിടെ തന്നെ
താമസം തുടങ്ങി. അവർക്കപ്പോൾ ഉള്ള ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിലുള്ള കൃഷി രീതി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഓക്കെ. അങ്ങനെയാണ് മറയൂർ കരിമ്പ് കൃഷി സ്റ്റാർട്ട് ചെയ്യാനുള്ള. പറഞ്ഞാൽ ഇതൊരു സമതല പ്രദേശമാണ്, അപ്പൊ അതുകൊണ്ട് നെല്ല് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുള്ള സ്ഥലമാണ് അല്ലേ, ഹൈ റേഞ്ചിൽ അല്ലേ. ഈ കരിമ്പില് ഇപ്പം നമ്മുടെ ഇപ്പം പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഫാമിലി ഉൾപ്പെടെ അല്ലെ, എത്രയോ വർഷമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇതിലുള്ള ഒരു മാറ്റം എന്തൊക്കെയായിരിക്കാം? ഒരു പക്ഷേ ഇതിന്റെ ഇപ്പൊ ഈ ഉപകരണങ്ങൾ ഇത് ആട്ടുന്നതാണോ, വെള്ളം ജ്യൂസ് ഉണ്ടാക്കുന്ന. ഇതിനകത്തെ ഓരോ മേഖലയിലും വന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നും പറയാൻ പറ്റും? തീർച്ചയായിട്ടും. ആദ്യകാലങ്ങളിൽ കാളകളായിരുന്നു. കാളകളെ വെച്ചിട്ടായിരുന്നു ചക്ക് ഉണ്ടാക്കി ആ ചക്കില് ഈ കരിമ്പിനെ ഇട്ട് ജ്യൂസ് ആക്കിയതിനു ശേഷം അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കി എണ്ണ ആട്ടുന്ന പോലെ. തീർച്ചയായിട്ടും അതുപോലെ അതേപോലെ തന്നെ അങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിൽ ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ചെറിയ ഡീസൽ എഞ്ചിൻ, അതായത് 1 ഏക്കർ കൃഷി സ്ഥലം എനിക്കുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പൊ ആ എൻ്റെ 1 ഏക്കർ കൃഷിയിൽ ഉണ്ടാവണ കരിമ്പിനെ ഒരു വർഷം 12 മാസമാണ് വിളവെടുക്കുന്ന കാലാവധി. ഈ കാലാവധിക്കുള്ളിൽ ഈ കരിമ്പിനെ വെട്ടി തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നായ്ക്കന്മാർ ഈ ശർക്കര ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അവർ ക്രഷർ യൂണിറ്റ്, ഡീസൽ എഞ്ചിൻ ഇവയെല്ലാം കൊണ്ട് വന്ന് നമ്മുടെ ആലകളിൽ ചെറിയ ആലപ്പരകളാണ്. അതെ അതെ, ആല ഇതിന് ഉപയോഗിക്കുന്ന വേടുകളെല്ലാം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ തമിഴ് വേടുകളാണ്. ഡീസൽ എഞ്ചിന് ശേഷം ഇതേപോലുള്ള യൂണിറ്റുകൾ ആയി, അതായത് വലിയ യൂണിറ്റുകളിലേക്കായി. കരിമ്പ് തോട്ടങ്ങളിൽ നിന്ന് കരിമ്പ് കൃഷിക്കാർ നമ്മുടെ ഈ കരിമ്പ് അവിടുന്ന് കൾട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ യൂണിറ്റുകളിലേക്ക് എത്തിച്ചു തുടങ്ങി. അങ്ങനെ അത് മോട്ടറുകളായി. അങ്ങനെയാണ് ഇതിന്റെ മാറ്റം. ശരിക്കും പറയുമ്പോൾ ഒരു 12 മാസമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അല്ലേ, അത് പൂർണ്ണ പാകമാകുക. തീർച്ചയായും. അപ്പൊ ആ എടുത്തതിനെ നമ്മൾ ഇതുപോലെ ഈ വാഷ് ചെയ്യുമോ, എങ്ങനെ അത് ചെയ്യുന്നത്? കരിമ്പിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും താഴെ വേരുൾപ്പെടെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. ആ വേരുൾപ്പെടെ വെട്ടിയെടുത്താണ് കരിമ്പ് ആട്ടാൻ കൊണ്ടുവരുന്നത്. വേരിലുള്ള മണ്ണെല്ലാം മാറ്റി കരിമ്പിനെ ജ്യൂസാക്കും. എന്നിട്ടൊരു 3-4 ഫിൽട്രേഷനൊക്കെ ആക്കി കരിമ്പ് ജ്യൂസാക്കി തിളപ്പിക്കും. 3 മണിക്കൂർ തിളപ്പിക്കുമ്പോൾ അതിനകത്തിൽ ബേക്കിംഗ് സോഡ അത് ചേർത്ത് കഴിയുമ്പോൾ ഇതിനകത്തിൽ മൊളാസിസ് എന്ന് പറയും, അതുപോലെ പൊങ്ങി വരണം. അത് തമിഴ് വേട് കോള എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ മൊത്തം കളക്ട് ചെയ്ത് മാറ്റി ഈ കോള ഇതിനകത്തിൽ കിടന്നു കഴിഞ്ഞാൽ, മൊളാസിസ് കിടന്നു കഴിഞ്ഞാൽ ഇത് ഫെർമെന്റഡ് ആവും. അപ്പോൾ ലൈഫ് കുറയും. അതൊരു 4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ കരിമ്പ് ജ്യൂസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ജ്യൂസ് ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഫെർമെന്റഡ് ആവും. ആ ഫെർമെന്റേഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതിനകത്തിലെ മൊളാസിസ് ഫുള്ള് നീക്കം ചെയ്യണം. ആ മൊളാസിസ് ഫുള്ള് നീക്കം ചെയ്തതിന് ശേഷം ഏകദേശം 3 മണിക്കൂറോളം തിളപ്പിച്ച് അതിന് 1200 ലിറ്ററിലേക്ക് വരും. നീക്കം ചെയ്യുന്ന എപ്പോഴാണ്? ജ്യൂസ് ആയി കഴിഞ്ഞതിന് ശേഷമാണോ നീക്കം ചെയ്യുന്നത്? തിളപ്പിച്ച് തുടങ്ങുമ്പോഴാണ്. ഓക്കെ. അതായത് നമ്മുടെ കൊപ്രയിൽ തിളപ്പിക്കും. 200 ലിറ്ററിലേക്ക് വറ്റിക്കുക. 1000 ലിറ്ററിനെ 200 ലിറ്ററിലേക്ക് വറ്റിക്കുന്ന പ്രോസസ്സാണ് ആ 3 മണിക്കൂർ കൊണ്ട് നടക്കുന്നത്. അതിനെ 200 ലിറ്ററിലേക്ക് വറ്റിച്ച് സെമി ലിക്വിഡ് ആകുമ്പോൾ അതിനെ എടുത്ത് വെള്ളത്തിലാക്കി ഏകദേശം ഒരു ഉണ്ട പോലാക്കിയിട്ട് നമ്മുടെ മാനുവലായിട്ട് തണുക്കുന്നത്, ആ തണുക്കുന്ന യൂണിറ്റിലേക്ക് ഇതിനെ എറിഞ്ഞു നോക്കും. അപ്പം അതിൻ്റെ ഹാർഡ്നെസ് അവർക്ക് അറിയണം. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണ് അതിനെ പാകം നോക്കുക എന്ന് പറയുന്നത്. ആ പാകം നോക്കി എടുത്തതിന് ശേഷം മാത്രമാണ് പാകമായെങ്കിൽ മാത്രം നമ്മുടെ ഈ പണ്ണയിലേക്ക് ഒഴിക്കും. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിയുള്ള 800 ലിറ്ററും വേപ്പറായി പോയതിനു ശേഷം ബാലൻസ് വരുന്ന മോയ്സ്ചർ കണ്ടന്റ് ഈ തടിയെ അങ്ങ് വലിച്ചെടുക്കും. അങ്ങനെ നാച്ചുറലായിട്ട് നടക്കും. ആ സമയം നമ്മൾ ബോളാക്കി എടുക്കും. ഇത്രയും ഗുണഗണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് സർട്ടിഫിക്കേഷനായ ഭൗമസൂചിക പദവി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് എടുത്തു പറയേണ്ടതായിരുന്നു. ഭൗമസൂചിക പദവി ലഭിച്ച ഒരു വലിയ എന്താ പറയാ, നമ്മുടെ ഒരു ആഹാര പദാർത്ഥമാണ്. അതെ, അഭിമാനമാണ് മറയൂർ. ശരിക്കും നമ്മളിപ്പം ഈ പല സ്ഥലത്ത്, ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗത്ത്, ഇപ്പം ഇന്ത്യയുടെ പല ഭാഗത്ത് തന്നെ ശർക്കര ഉത്പാദനമുണ്ട്. ഇപ്പൊ പറഞ്ഞതിനകത്ത് തന്നെ പല ഭാഗത്തുണ്ടല്ലോ. ശരി, ഈ മറയൂർ ശർക്കര നമ്മളൊന്ന് കഴിച്ചു നോക്കുമ്പോഴേ അത് ആ ശർക്കരയാണെന്ന് നമ്മളെ മനസ്സിലാക്കിക്കാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും? ഉറപ്പായിട്ടും. ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന ശർക്കരയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മറയൂർ കഴിഞ്ഞാൽ കെയിൻ കണ്ടന്റ് കൂടുതലുള്ള കോലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്.
അവിടെ ഏകദേശം 50-56% ഒക്കെ ഉള്ളൂ കെയിൻ കണ്ടന്റ്. മറയൂർ ആ സ്ഥാനത്ത് 90-96% കെയിൻ കണ്ടന്റ് ആണ്. അവിടെയാണ് ഈ മണ്ണിന്റെ പ്രത്യേകത ഇരിക്കുന്നത്. മണ്ണിന്റെ ഗുണമാണത്. അത് ഇവിടുത്തെ കരിമ്പ് വളരാനുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ ആണ് പ്രത്യേകത. ഈ കെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്കായിട്ട് അത് ഷുഗർ കെയിൻ കണ്ടന്റ്. ഓക്കെ. അതിലുള്ള ബാക്കി ചിലതിൽ കട്ടി കൂടുതലായിരിക്കും അല്ലെ, വെള്ളത്തിന്റെ അംശം കൂടുതലായിരിക്കും, അങ്ങനെ ആയിരിക്കും. അത് ആധികാരികമായിട്ട് നോക്കണം. പക്ഷെ നാച്ചുറലി നോക്കുമ്പോൾ ഉപ്പിന്റെ അംശം കൂടുതലുള്ള ശർക്കര ആയിരിക്കും കേരളം വിട്ട്, അതായത് മറയൂർ വിട്ട് പുറത്തേക്കുള്ളത്. ഉപ്പിന്റെ അംശം കൂടുതലാണ്. നമുക്ക് മറയൂരാണ് യഥാർത്ഥമായിട്ടുള്ള ആ രുചിയോടുകൂടിയുള്ള മറയൂർ ശർക്കര കിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് അതിശയമായിട്ട് തോന്നിയത് ഈ ഒരു ഫർണസ് ആണ്. ഇത് ശരിക്കും ഇത് നമ്മൾ കെട്ടിയെടുത്താണ്. ഇങ്ങനെ ആയിരിക്കും അല്ലെ മിക്ക സ്ഥലങ്ങളിലും. ഇതിപ്പോഴും നമ്മുടെ ഭൗമസൂചിക പദവി എന്ന് പറയുന്നതിനകത്ത് കുറച്ച് ബൈ ലോ ഉണ്ട്. ആ ലോ അനുസരിച്ച് മാത്രമേ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തൊക്കെ ബേസിക് ആയിട്ടുള്ളത് നമുക്ക് ട്രഡീഷണൽ ടൈപ്പിലുള്ള യൂണിറ്റ് ആയിരിക്കാം. ഇതിന് ശർക്കരയ്ക്ക് വിരൽപ്പാട് വേണം, അതായത് ഉണ്ട ശർക്കരയ്ക്ക് വിരൽപ്പാട് വേണം. അതൊക്കെ പ്രാചീന കാലം തൊട്ടുള്ള കാര്യങ്ങളാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ മാർക്കറ്റുകളിൽ ശർക്കര വാങ്ങിക്കൊണ്ടിരുന്നത്. മറയൂർ ശർക്കര ആൾക്കാർ ചോദിച്ചു തരുന്നത്, ആ മറയൂർ ശർക്കര വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നാവിലേക്ക് ആ രുചി എത്തുന്നത്. വിരൽപ്പാട് വേണം. അത് വിരൽപ്പാട് വേണം. ട്രഡീഷണൽ ടൈപ്പിലുള്ള, അത് പ്രാചീന കാലങ്ങൾ തൊട്ടുള്ള ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ അതിനെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല എന്ന് ഉണ്ട്. അത് ഈ പറയണ പോലെ ചെറിയ പാർട്ടീഷൻസ്, അത് വലിയ ഫർണസ്, ആ തിളപ്പിക്കുന്ന പാത്രം ഞാൻ പറഞ്ഞു കൊപ്ര എന്ന് പറയും. കൊപ്രയാണ് തിളപ്പിക്കുന്നത്. ഈ കൊപ്ര എന്ന് പറയുന്നത് അത്രയും വലിയ പാത്രമാണ്. 1000 ലിറ്റർ അതിൽ ബോയിൽ ചെയ്യാൻ പാകത്തിനുള്ള വലിയ പാത്രമാണ്. ആ പാത്രം മാറ്റാൻ പാടില്ല. അതിനകത്ത് അതിൽ ഉപയോഗിക്കുന്ന അടുപ്പ്, ഇതിനുള്ളിൽ ചെളി കൊണ്ട് നിർമ്മിച്ച ചെറിയ പാർട്ടീഷൻസ് ഉള്ള അടുപ്പായിരിക്കണം. ഇതിലൊരു എയർ ബ്ലോവർ ഉണ്ട് ബാക്കിലേക്ക്. ആ ബ്ലോവർ വഴി എയർ ഉള്ളിലേക്ക് കടന്ന് ഈ പാർട്ടീഷനകത്തൂടെ ഈ തീ തിരിഞ്ഞ് ആ ജ്യൂസിനെ ഇതിനകത്ത് തന്നെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ഇളക്കേണ്ട ആവശ്യം പോലും ഇല്ല. 300 ലിറ്ററിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. അന്നത്തെ ആൾക്കാരുടെ തലയാണത്. പിന്നെന്തായിരിക്കും അത് അങ്ങനെ അവിടുന്ന് തീ അവിടെ കത്തിയതിന് ശേഷം അതിൻ്റെ ബാക്കി പുക പോകാനുള്ള ചിമ്മിനിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ പുക പോവുക മാത്രമേ ചെയ്യുള്ളൂ. തീ ഒരു കാരണവശാലും ഇങ്ങോട്ട് കിടക്കില്ല. അവിടുന്ന് നാച്ചുറലായിട്ട് കയറുന്ന എയർ അവിടെ തീ നന്നായിട്ട് നമ്മൾ ഈ കരിമ്പിന്റെ ചണ്ടി തന്നെ ഉപയോഗിച്ചിട്ടാണ് കത്തിക്കുന്നത്. ആ ചണ്ടിയെ കത്തിക്കാനും അവിടെ നിന്ന് ആ തീയെ ഇതിനകത്തൂടെ സർക്കുലേറ്റ് ചെയ്യിക്കാനും അവിടുന്ന് പുക മാത്രം ഇതിലൂടെ മാക്സിമം സക്ക് ചെയ്ത് ഇതിലേക്ക് പോകാനും കൂടിയാണ് ഇത്രയും വലിയ ചിമ്മിനികൾ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ യൂണിറ്റ് ആയിരിക്കണം ഈ ഭൗമസൂചിക പദവിയിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതേ യൂണിറ്റുകളായിരിക്കണം എന്നാണ്. പണ്ണാന്ന് പറഞ്ഞ യൂണിറ്റ്, ഈ തടി പറഞ്ഞില്ലേ അവിടെ കണ്ട, ഈ തടി എന്ത് തടിയായിരിക്കും? മാവിന്റെ തടിയാണ് ഉപയോഗിക്കുന്നത്. അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ഇതിനാണ്, മാവിനാണ്. അതായത് ഇതിന്റെ നാച്ചുറലായിട്ട് തണുക്കാനും ഇതിനുള്ള മോയ്സ്ചർ കണ്ടന്റിനെ അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് ഈ മാവിന്റെ. മറയൂർ ശർക്കരയ്ക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വാട്ടർ കണ്ടന്റ് നന്നേ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ അബ്സോർബ് ഒക്കെ ചെയ്ത് വാട്ടർ കണ്ടന്റ് ഒക്കെ നന്നേ കുറവായിരിക്കും. മൊളാസസ് എടുത്തു കളയുമ്പോൾ പിന്നെ അപ്പൊ എത്ര നാൾ ഇതിന് ഇരിക്കാനുള്ള കപ്പാസിറ്റി? നമ്മള് ഇപ്പൊ നല്ല ശർക്കര ഏകദേശം 6-7 മാസത്തോളം ഇരിക്കും. നമ്മള് പാക്കറ്റിൽ ചെയ്യുമ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ മാനദണ്ഡം അനുസരിച്ച് 5 മാസമാണ് ഷെൽഫ് ലൈഫ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ മറയൂരെ ശർക്കരയും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മറ്റ് ഇടങ്ങളിലെ ശർക്കരയും കണ്ടാൽ നമുക്ക് കളറിൽ തിരിച്ചറിയാൻ പറ്റത്തില്ലേ? ഈ കളറ് അത് കെമിക്കൽ ചേർക്കാത്ത അതിന്റെ സ്വാഭാവിക കളർ ഉണ്ടാവും. സ്വാഭാവിക കളർ ഉണ്ട്. ഈ സ്വാഭാവിക കളർ വരുന്നതെന്ന് പറഞ്ഞാൽ ചില ശർക്കരകൾ ഡാർക്ക് ആയിരിക്കും, ചില ശർക്കരകൾ കുറച്ച് യെല്ലോ ഷെയ്ഡിലേക്ക് മാറും. യെല്ലോ ഷെയ്ഡ് എന്നല്ല, ഒരു ഡാർക്ക് ബ്രൗണിഷ് കളറിലേക്ക് മാറും, ഒരു ഗോൾഡൻ ഫിനിഷിങ്ങിലേക്കൊക്കെ മാറും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പിന്റെ വെറൈറ്റി ഒന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം ഇതിനകത്തിൽ നമുക്ക് 30 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ 25 ദിവസത്തോളം ഇതിനകത്തിൽ വെള്ളം കെട്ടി നിർത്തും. വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഇതിനകത്തിൽ നിലനിർത്തുമ്പോൾ ഈ ഓരോ ഞാൻ ചെക്ക് ഡാമുകൾ കെട്ടിയിട്ടാണ് ഇതിലെ പാടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഒരു ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം ആ പാടത്തേക്ക് എത്തിയില്ല,
ഒരാഴ്ച വെള്ളം കിട്ടിയില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കളർ വ്യത്യാസപ്പെടും. അങ്ങനെയാണ് ശർക്കരയുടെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതിൻ്റെ കാരണം. ശരിക്കും നായ്ക്കർ വിഭാഗം, ഇപ്പം നമ്മുടെ മലയാളികളാണെങ്കിലും എനിക്ക് ശർക്കര എടുക്കാൻ അറിയാം എന്ന് പറഞ്ഞ് ഞാൻ ശർക്കര എടുക്കുന്നതിൽ പോലും അതിനകത്തിൽ ഒന്നിൽ മൊളാസസ് മിക്സ് ആവുമോ അല്ലെങ്കിൽ ആ പാകം കറക്റ്റായിട്ട് എനിക്ക് കിട്ടില്ല. അത് നമ്മൾ എത്ര പ്രാഗൽഭ്യമുള്ളവരാണെങ്കിൽ പോലും അതെന്തുകൊണ്ടോ ദൈവാനുഗ്രഹത്താൽ അവർക്ക് നായ്ക്കർ വിഭാഗത്തിന് ആ ഒരു കഴിവ് നന്നായിട്ട് ദൈവം കൊടുത്തിട്ടുണ്ട്. അവർക്ക് മാത്രമേ ഇതിൻ്റെ ആ കറക്റ്റ് എന്താണ്, തിളച്ചെങ്ങനെ വരുന്നു, ഇതിൻ്റെ പാകം എങ്ങനെയാണ്, ഏത് സമയത്തിനുള്ളിൽ ഇത് എടുക്കാൻ പറ്റും, അത് കൈപ്പിടിക്ക് വരണമെന്ന് വരെ പറയും. ശർക്കര കൈപ്പിടിക്ക് വരണം. ആ കൈപ്പിടിക്ക് വരാൻ പോലുള്ള പാകം 100% ഈ നായ്ക്കർ വിഭാഗത്തിനെ അറിയുള്ളൂ. அண்ணா வணக்கம் அண்ணா. வணக்கங்க. அண்ணா எவ்வளவு நாள் ஆச்சு இந்த தொழில் பழகுது? தொழில் பழகி இப்போ 50 வருஷம் ஆச்சு. 50 வருஷம் ആச்சு. 50 വർഷം ആச்சு. ഇതിപ്പം പ്യുവർ ശർക്കര. പക്ഷേ ഞാൻ അവിടെ എല്ലാം കണ്ടു ചുക്ക് ചേർക്കരുത്, അങ്ങനെയൊക്കെ. അത് ചേർக்கலாம். അപ്പൊ എന്തൊക്കെ ചേർക്കും ഈ ശർക്കര? ഇതിലേ ചേർக்கலாம் நம்ம. എന്തൊക്കെ ചേർക്കും? ചുക്ക് ചേർക്കും, പിന്നെ சுக்கு, ஏலக்காய்ங்க, மிளகு எல்லாம் சேர்த்து உருண்டை பிடிக்கும். ஓகே. உருண்டையும் பிடிக்கலாங்க, பொடி அடிச்சுக்கலாம், சர்க்கரையை பண்ணிக்கலாம். ഉണ്ടയാക്കാം, പൊടിയും ആക്കാം കേട്ടോ. പൊടിയും ആക്കാം. അങ്ങനെ നമ്മൾ മറയൂർ ശർക്കരയുടെ ആ വിശേഷങ്ങളൊക്കെ കേട്ടു, അറിഞ്ഞു, കണ്ടു. എന്നാൽ നമ്മൾ ഇനിയും രുചിച്ചറിയാൻ പോകുന്നുണ്ട്. ഇതല്ല, മറ്റൊരു വിഭവം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മറയൂർ ശർക്കരയുടെ നല്ല മധുരമുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടല്ലേ. അവിടെ നമ്മൾ മറയൂരിൽ നിന്ന് നമ്മൾ കാന്തല്ലൂർ തന്നെ പോകുന്ന വഴിക്ക് മുത്തവാച്ചി കുണ്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. കീഴാന്തൂരൊക്കെ കഴിഞ്ഞ് മുത്തവാച്ചി കുണ്ടില് നമ്മളോടൊപ്പം പഞ്ചാക്ഷരി അമ്മ. അമ്മ നമസ്കാരം. നമസ്കാരം. ഇവിടെ ഗ്രാമങ്ങളെല്ലാം തമിഴ് ചേർന്നാണ്, തമിഴാണ് പ്രധാനമായിട്ട് സംസാരിക്കുക. മലയാളം പക്ഷെ അറിയാമോ അല്ലെ? അറിയാതെ പറയുന്നത് അറിയാമോ? തമിഴ് അറിയാം. ശരി അമ്മ. അമ്മ എന്തോ ഇന്ന് ഞങ്ങൾക്ക് വെച്ച് തരാൻ പോകുന്ന? வெண்டித்தண்ணி சாறு வைக்கிறேன். அது என்ன அம்மா வெண்டித்தண்ணி? அது வெண்டித்தண்ணி சாறுனா அரிசி போட்டு அதை தண்ணி உண்டாக்கி சட்டியில ஊத்தி குழம்பு வைக்கணும். എന്നുവെച്ചാൽ അരി ഊറ്റിയ അല്ലേ? അരി ഊറ്റിയ വെള്ളം. വെള്ളം. ആമാ. അപ്പൊ ഇതാണോ അരി ഊറ്റിയ വെള്ളം? ഇത് അരി കഴുകുന്നത്. അരി കഴുകിയ വെള്ളം ചട്ടിക്കുള്ള ഊറ്റി അത് താളിച്ച് കുടിച്ചാൽ നല്ല ഇരിക്കും. ഓ, അപ്പൊ വെണ്ടിത്തണ്ണി ചാറാണ് അമ്മ, പഞ്ചാക്ഷരി അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ, അപ്പം നമുക്ക് ആദ്യം എന്തോ ചെയ്യണ്ടേ? അതൊക്കെ ഉണ്ടാക്കി നമുക്ക് തുടങ്ങാം. ആദ്യം എണ്ണ ഒഴിച്ചു. അതുക്കപ്പുറം കടുക്, ഓക്കെ, കറുകപ്പില്, തുവയല്, മഞ്ഞൾ എല്ലാം പോട്ട്, വെളുത്തുള്ളി, ജീരകം, എല്ലാം വരമുളക് എല്ലാം പോട്ട്. അപ്പൊ ഇത് മിക്സ്, ഇത് വെളുത്തുള്ളിയും എന്തൊക്കെ ചേർത്തുള്ള മിക്സ് ആയത്? ജീരകം, മുളക് ചേർത്ത വെള്ളം എല്ലാം. ഇതൊക്കെ എന്നാ പറയാ തമിഴില്? വെള്ളുള്ളി, ജീരകം, മുളക് ചേർത്ത മിക്സ് ആണ് ഈ ഇരിക്കുന്നത്. കുളമ്പി പോടണം. ഓക്കെ. അപ്പം എണ്ണ ഒഴിച്ചു, നമ്മൾ കടുക് പോടണം. അപ്പം എണ്ണ ഒഴിച്ച് കടുകിട്ടു. ഞാനും പതുക്കെ തമിഴ് പഠിച്ചു. എല്ലാം പോട്ട് ഊത്തി സാപ്പിടണം. അപ്പം കടുകിട്ടു. അതിനുശേഷം അമ്മ കറിവേപ്പില അല്ലേ അമ്മ? കറുകമ്പുല്ലും മുളകും കൂടെ ചേർത്ത് അമ്മ ഇടാൻ പോവാ. തണ്ണി ഊത്തി കൊതിക്ക് വെച്ച് സാപ്പിടണം. ശരി അമ്മ, ഇടമ്മ, കൊടുങ്ങമ്മ. ശരി. അപ്പം മറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അടുത്തത് വെങ്കായം, വെളുത്തുള്ളി. ശരി, വെള്ളുള്ളി. അപ്പൊ വെള്ളുള്ളി എടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു വെളുത്തുള്ളിയാണ് കേട്ടോ. ആ, ശരി. ഇനി ശരി, ഇട്ടമ്മ. അപ്പൊ നമ്മൾ അരി കഴുകിയ വെള്ളം പുജമ്മ.
அரைச்சி மிளகைய சாத்துக்குள்ள போடும். ശരിയമ്മ ശരിയമ്മ. മുമ്പേ അരച്ച വെളുത്തുള്ളിയും മെറ്റൽ മുളകും ജീരകവും ചേർത്ത ആ ഒരു മിക്സ് ആണ്, അത് ഇട്ടിട്ടുണ്ട്. നല്ല ഇരിപ്പ് കുടിച്ച. ഓ, തിളക്കണോ അമ്മ നന്നായിട്ട്? മഞ്ഞത്തൂള് പോടണം. മഞ്ഞത്തൂളി, ഓക്കെ. മഞ്ഞളാണേ? മഞ്ഞൾ. ഉപ്പ് പോടും. ഉപ്പ് പോടും. തിളക്കണം മാമ, തിളക്കണം മാമ. ഒന്ന് തിളക്കാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആവാറായോ? ഇനി എടുത്ത് സാപ്പിട്ടാ நல்லா இருக்கும். சரி அம்மா, அப்போ கலாசில ஊத்துட்டா ஊத்து. ഞാനും പതുക്കെ പതുക്കെ തമിഴ് പഠിച്ചു. അമ്മ നന്നായിട്ട് വെട്ടി തിളക്കണം കേട്ടോ, നല്ല വെട്ടി തിളക്കണം കേട്ടോ. നല്ല സാപ്പിട്ടാ எப்படி இருக்குதுன்னு. ശരി അമ്മ. താങ്ക് യു അമ്മ. അപ്പൊ നമ്മുടെ പഞ്ചാക്ഷരി അമ്മ നന്ദി. നന്ദി. കുടിക്കട്ടുമാ? കുടിക്കുമാ. അമ്മ ഇന്ത് പക്കം നീ എല്ലാരും കാണട്ടെ അമ്മ. അപ്പൊ എല്ലാവരുടെ അനുവാദത്തോടും ഞാൻ ഈ വെണ്ടിത്തണ്ണിച്ചാറ് കുടിക്കുകയാണേ. സൂപ്പർ. ഒരു സൂപ്പ്, റൈസ് സൂപ്പിന്റെ കൂടെ ശരിക്കും അതല്ലേ കഞ്ഞിവെള്ളം, നമ്മൾ കഞ്ഞി ആവാതെ അതിനു മുമ്പ് കഴുകിയ വെള്ളം എന്നാണല്ലോ. അപ്പൊ അന്നേരം കഞ്ഞിവെള്ളത്തെ ആ കഞ്ഞിവെള്ളത്തിന്റെ രുചി പോലെ ഉണ്ട് നമുക്ക് റൈസ് സൂപ്പ് കുടിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ രസം കൂടെ ചേർന്ന ഒരു പ്രതീതി. അതാണ് ഇവിടെ അമ്മ ரொம்ப പ്രമാദം. അപ്പടിതാ പേശ. അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, പാകത്തിന് എരിവ്, ആ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ വെണ്ടിത്തണ്ണിച്ചാറ് ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ അല്ലേ? സിമ്പിളാ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. എപ്പോ വെള്ളം ഉണ്ടാക്കാം, അരി കഴുകിയ വെള്ളം ഉണ്ടായാൽ മതി വീട്ടില്. ഈ വെണ്ടിത്തണ്ണിച്ചാറ് നമുക്ക് പരിചയപ്പെടുത്തുന്ന പ്രിയപ്പെട്ട പഞ്ചാക്ഷരി അമ്മയ്ക്ക് അമ്മ ഒത്തിരി നന്ദി അണ്ണ. ഇത് ഈ ഹെറിറ്റേജ് വൈസ് എന്ന പ്രോഗ്രാമിൽ അമ്മ വന്ന് ഇത് സമയത്തേക്ക് അമ്മ അത് കറക്റ്റ് അല്ലയാ പേசுறது കറക്റ്റാ? ശരി. അപ്പൊ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. അപ്പൊ എല്ലാവരും ഇന്നത്തെ അധ്യായം നമ്മൾ അറിഞ്ഞത് മധുരതരമായ കാഴ്ചകളായിരുന്നു മറയൂർ ശർക്കരയെ കുറിച്ച്. അതിനുശേഷം അമ്മയുടെ ആ മനസ്സ് നിറഞ്ഞ മധുരം നിറഞ്ഞ ആ ഒരു മനസ്സിൽ നിന്നും നമുക്ക് ഈ ഒരു അടിപൊളി വെണ്ടിത്തണ്ണിച്ചാറ് അമ്മ നമുക്ക് വെച്ച് തന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കണ്ടുകൂട്ടാം. അമ്മ അങ്ങോട്ട് നോക്കി ഒരു വണക്കം പറഞ്ഞേ. വണക്കം.